അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഈ നൈമിഷികമായ നശ്വരമായ ദുനിയാവിലെ ജീവിതത്തിൽ അടിച്ചുപൊളിച്ച് ജീവിക്കേണ്ട ഈ ഒരു സമയത്ത് എന്തിനാ കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, 5 നേരം നമസ്കരിക്കുന്നത്, ഒരു റമദാൻ മാസം വരുമ്പോൾ കഷ്ടപ്പെട്ട് നോമ്പ് നോക്കുന്നത്, നമുക്ക് ലഭിക്കുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഒരു പട്ടിണി പാവത്തെ സഹായിക്കുന്നത്? അതെ, നാളെ പരലോകത്ത് നമ്മൾ ഒറ്റക്കാകുന്ന, നമ്മെ സ്നേഹിച്ചവരില്ലാത്ത, നാം സ്നേഹിച്ചവരില്ലാത്ത റബ്ബു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണം, റബ്ബു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കണം, അവനെ നോക്കണം എന്ന ആഗ്രഹത്തിലാണ് അല്ലേ? എന്നാൽ നമ്മുടെ അശ്രദ്ധ മൂലമോ ട്രെൻഡിനൊപ്പം നിൽക്കുന്നത് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നിര്യാണിക്ക് താഴെയാണെങ്കിൽ, നമ്മുടെ പാൻസ് നിര്യാണിക്ക് താഴെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കുകയില്ല എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സലാസത്തുൽ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, 3 ആളുകൾ റബ്ബു സുബ്ഹാനഹു വ തആല അവരെ സംസാരിക്കൂല. വല യൻദുറു ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കൂല. വല യുസക്കിഹിം, റബ്ബു സുബ്ഹാനഹു വ തആല അവരെ സംസ്കരിക്കൂല. വലഹും അദാബുൻ അലീം, നാളെ പരലോകത്ത് അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ്. ആ ഒരു വേളയിൽ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഖാബു വ ഖസിറു മൻ ഹും യാ റസൂലല്ലാഹ്, പ്രവാചകരെ അവർക്ക് നാശം ഉണ്ടാകട്ടെ, അവരാരൊക്കെയാണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി എണ്ണിയത് അൽ മുസ്ബിൽ, നിര്യാണിക്കത്തായ പാൻസ് ധരിക്കുന്ന, വസ്ത്രം ധരിക്കുന്നവരെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ട്രെൻഡ് ഇന്ന് ഫാഷന് നിര്യാണിക്കത്തായ വസ്ത്രം ധരിക്കലാണെങ്കിലും ഒഴുക്കിനൊപ്പം നീന്താതെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ഏതൊരു വേളയിലും ആ ഒരു സുന്നത്തിനെ മുറുകെ പിടിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് വിജയമുള്ളത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുക. റബ്ബു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.